മാർക്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി PSCയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ഡിസ്കസ് ചെയ്ത് ഒരു ലോങ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ രണ്ടോ അതിലധികമോ സംഖ്യകൾ തന്നിട്ട് അവയെ ആ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. അങ്ങനെ ചോദിച്ചാൽ ആ സംഖ്യകളുടെ HCF അഥവാ ഉസാഗ് കണ്ടാൽ മതി. ആ പോയിന്റ് ഓർത്തിരുന്നാൽ മതി. രണ്ടോ അതിലധികമോ സംഖ്യകൾ തന്നിട്ട് അവയെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ, ഏറ്റവും വലുത് HCF, ഹയസ്റ്റ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ എളുപ്പമായിരിക്കും ഓർക്കാൻ. HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതിൻ്റെ HCF കണ്ടാൽ മതി ആ സംഖ്യയുടെ. അതായിരിക്കും അത് എപ്പോഴും കാണുന്നത്, ചോദിച്ച് കാണാനുള്ളത്. ഒരു കൂട്ടം സംഖ്യകൾ തന്നിട്ട് അവയെ നിശേഷമായിരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ LCM കണ്ടാൽ മതി. അവയുടെ LCM കണ്ടാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കാണും. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി പറയാം. HCF, ഹയസ്റ്റ്, ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ഹയസ്റ്റ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് LCM, ലീസ്റ്റ്, അത് ഓർത്താൽ മതി. ഹയസ്റ്റ് ഏറ്റവും വലുത്, ലീസ്റ്റ് ഏറ്റവും ചെറുത്. അതായത് കുറേ സംഖ്യകൾ തന്നിട്ട് അവയെ നിശേഷമായിരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കാണുക. കുറേ സംഖ്യകൾ തന്നിട്ട് അതിനെ നിശേഷമായിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഹയസ്റ്റ് HCF കാണും. രണ്ടോ അതിലധികമോ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അവയുടെ LCM കണ്ടിട്ട് ശിഷ്ടവും കൂടെ കൂട്ടിയാൽ സാധാരണ ചോദിച്ച് കാണുന്നതാണ്. രണ്ടോ അതിലധികമോ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ അവയുടെ LCM കണ്ടിട്ട് ശിഷ്ടവും കൂടെ കൂട്ടിയാൽ മതി. ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 16, 20, 24, 30 എന്നിവകൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. അതായത് അവയുടെ LCM കാണും. LCM അതാണ് 16, 20, 24, 30, 2, 8, 16, 2, 10, 20, 2, 12, 24, 2, 15, 30. ഇവിടെ 2 വീണ്ടും പറ്റും. ഏറ്റവും ചെറിയ 2 സംഖ്യകളൊന്നും പറ്റിയാൽ മതി. അല്ല പറ്റാത്ത അങ്ങനെ തന്നെ എഴുതി. 2, 4, 8, 2, 5, 10, 2, 6, 12, 15 പറ്റും. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി. 2, 2, 4 പറ്റാത്ത 5 അങ്ങനെ തന്നെ എഴുതി. 2, 3, 6, 15 അങ്ങനെ തന്നെ എഴുതി. ഇനി 3 വെച്ച് പറ്റും. 3 പറ്റും, 15 പറ്റും. പറ്റാത്ത 2, 5 അങ്ങനെ തന്നെ എഴുതി. 3, 1, 3, 3, 5, 15, 2, 5, 1, 5. അപ്പോൾ 5 വെച്ച് പറ്റും. 5, 2 പറ്റാത്ത അങ്ങനെ എഴുതി. 1, 1, 5. 5ന് പകരം 5ൽ 5 ഒരു തവണ. 2 ഗുണം 2 ഗുണം 2 ഗുണം 3 ഗുണം 5 ഗുണം 2 ഗുണം 1 × 1 × 1 LCM. അതായത് ഈ 5ഉം 2ഉം ഒന്നിച്ച് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം വരും. 10, 24 ഗുണം 10 എന്ന് വരും. 240 കിട്ടും. അതായത് 240ൻ്റെ കൂടെ ആ LCMത്തിൻ്റെ കൂടെ ശിഷ്ടവും കൂടെ കൂട്ടിയാൽ മതി. 3 കൂടെ കൂട്ടുമ്പോൾ 243. ഓപ്ഷൻ B ആണ് ഉത്തരം. തന്നിരിക്കുന്ന കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്. സംഖ്യകൾ കൊണ്ട് ഹരിക്കും. രണ്ടോ അതിലധികമോ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ അവയുടെ LCM കണ്ടിട്ട് ശിഷ്ടവും കൂടെ കൂട്ടിയാൽ മതി. ആ പോയിന്റ് ഓർത്തിരിക്കണം. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഇത്രയും സംഖ്യകൾ എന്നിവ കൊണ്ട് 16, 20, 24, 30 എന്നിവ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഇവയുടെ എല്ലാം കൂടെ LCM കാണുക. LCMത്തിൻ്റെ കൂടെ 3 കൂട്ടും. LCM എന്ന് പറയുന്നത് 240 കിട്ടും. ഇതിൻ്റെ ഈ 4 സംഖ്യയുടെയും കൂടെ LCM 240 പ്ലസ് ശിഷ്ടം 3, 243. ഓപ്ഷൻ D ആണ്. 5% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 8000 രൂപ നിക്ഷേപിക്കുന്നു. 3 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് എത്ര പലിശ കിട്ടുമെന്നാണ് ചോദ്യം. അത് കാണാൻ നമുക്ക് കൂട്ടുപലിശയുടെ ഫോർമുല ഏതാണെന്ന് A സമം 3 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് ആകെ എത്ര കിട്ടും അതിൻ്റെ ഫോർമുല A സമം P × 1 + R/100 P എന്ന് പറയാൻ നമ്മൾ നിക്ഷേപിച്ച തുക ഇവിടെ എത്രയാണ്? 8000. R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 5% തന്നിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞാൽ ചോദിച്ചേക്കുന്നത്? N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് 3. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് A സമം P 8000 × 1 + റേറ്റ് എത്ര? 5/100. 5% ആണ്. ⁻3. 3 വർഷത്തേക്ക് N3. 8000 ഗുണം ഇത് ക്രോസ് മൾട്ടിപ്ലൈ 100 ഗുണം 1 + 5 ⁻100 ⁻3 ഈക്വൽ ടു 8000 ഗുണം 100 × 1 എന്ന് പറയാൻ 100 + 5 ⁻100 അതായത് 8000 ഗുണം 100 + 5 105/100 800 ഗുണം 105/100 എന്ന് പറയാൻ 3 തവണ എഴുതി വേണം.
100 ഇൻറ്റു 100 ഇതെല്ലാം കൂടെ നമുക്ക് 9261 കിട്ടും. അപ്പോൾ പലിശ അടക്കം ആകെ കിട്ടുന്ന തുക എത്രയാണ്? 9261. അപ്പോൾ ആദ്യം നിക്ഷേപിച്ച തുക എത്രയാണ്? 8000. അപ്പോൾ എത്ര പലിശ കിട്ടിയെന്ന് അറിയാൻ അതിൽ നിന്ന് 8000 കുറച്ചാൽ മതി. 1261 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1261. 5% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 8000 രൂപ നിക്ഷേപിക്കുന്നു. 3 വർഷത്തിന് ശേഷം എത്ര പലിശ കിട്ടും? ലഭിക്കുന്ന പലിശ എത്ര എന്ന ചോദ്യം. നമുക്ക് ഈ ഫോർമുലയാണ് A = P × 1/100/n. അതായത് P എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുക 8000. അപ്പോൾ പലിശ നിരക്കാണ് 5%. 5%. n 3. അതായത് A = 8000 × 1 + 6 വരെ 5/100. 5%. 5 അതായത് 8000 ഇത് ക്രോസ് മൾട്ടിപ്ലൈ 100 × 1 + 5/100 ഹോൾ ക്യൂബ്. 8000 100 × 1 100 100 + 5 105/100 ഹോൾ ക്യൂബ്. 8000 × 105/100 × 105/100 × 105/100 എല്ലാം കൂടെ 9261 കിട്ടും. പലിശ അടക്കം കിട്ടുന്ന തുകയാണ്. 3 വർഷം കഴിയുമ്പോൾ ആകെ കിട്ടുന്ന തുക ബാങ്കിൽ 3000 നിക്ഷേപിച്ചാൽ. അപ്പോൾ നമുക്ക് പലിശ അടക്കം കിട്ടുന്ന തുകയല്ലേ ചോദിച്ചത്. ആകെ തുക എത്ര കിട്ടും 3 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. ഇത് പലിശയാണ് ചോദിച്ചത്. അപ്പോൾ പലിശ കാണാൻ ആകെ കിട്ടുന്ന തുകയിൽ നിന്ന് ആദ്യം നിക്ഷേപിച്ച തുക കുറച്ചാൽ മതി. 9261 നിന്ന് 8000 കുറയ്ക്കുക. 1261 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭിന്നസംഖ്യകൾ വന്നിട്ട് അവയുടെ LCM ചോദിച്ചത് ലസാഗു. അതായത് ഭിന്നസംഖ്യകളുടെ ലസാഗു കാണാൻ അംശങ്ങളുടെ LCM കണ്ടുപിടിക്കുക, ഛേദങ്ങളുടെ HCF കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അംശങ്ങൾ ഇവിടെ അതൊക്കെ 2, 4, 5 അതിൻ്റെ LCM കാണണം. അതായത് 2, 4, 5 2, 1, 2, 2, 4, 5 പറ്റാത്ത അങ്ങനെ തന്നെ എഴുതും. ഇപ്പോൾ ഇത് 3 കൂടെ കുടിക്കുന്നതാണ് LCM. 2 × 1 × 2 × 5 20 കിട്ടും. 20. അപ്പോൾ HCF കാണാം 3, 9, 6. 3, 9, 6 3 വെച്ച് പറ്റും എല്ലാത്തിനും. 1, 3, 3, 3, 9, 3, 2. ഇവിടെ ഇനി വേറെ പൊതുഘടകങ്ങളൊന്നും വരുന്നില്ല എല്ലാത്തിനും. അതുകൊണ്ട് എല്ലാത്തിനും വരണം. HCF ആകുമ്പോൾ എല്ലാത്തിനും വരണം. ഇവിടെ പിന്നെ വരാത്തതുകൊണ്ട് നമുക്ക് ഈ 3 തന്നെ കിട്ടും. അതായത് 20 അംശങ്ങളുടെ LCM 20 / HCF വരുന്ന 3. 20/3 ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് ഭിന്നസംഖ്യകളുടെ LCM ലസാഗു കാണാൻ പറഞ്ഞാൽ അംശങ്ങളുടെ LCM / ഛേദങ്ങളുടെ HCF. ഇവിടെ അംശങ്ങൾ അതൊക്കെ 2, 4, 5 ഇവിടെ LCM കാണും. അതായത് ഇതിൻ്റെ LCM നമുക്ക് 20 കിട്ടും. HCF കാണും. ഛേദങ്ങൾ അതൊക്കെ 3, 9, 6 അതിൻ്റെ HCF കാണുമ്പോൾ ഇവിടെ 3 ആണ് ഇതിൻ്റെ എല്ലാം കോമൺ ഫാക്ടർ പൊതുഘടകം. 1, 3, 2 പിന്നെ പൊതുഘടകങ്ങളുണ്ട്. ഒന്നല്ലാതെ ഘടകം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് മാത്രം എഴുതിയാൽ മതി. 3 വരും HCF. അതായത് അംശങ്ങളുടെ LCM 20 / ഛേദങ്ങളുടെ HCF 20/3 ഓപ്ഷൻ എ ആണ് ഉത്തരം. പിന്നെ സംഖ്യകൾ എന്നിട്ട് അതിൻ്റെ HCF അല്ലെങ്കിൽ ഉസാഗ ചോദിച്ചാൽ അംശങ്ങളുടെ HCF / ഛേദങ്ങളുടെ LCM. അംശങ്ങൾ അതൊക്കെ ഇവിടെ 2, 4, 5 അതിൻ്റെ HCF എന്ന് പറഞ്ഞാൽ ഒന്നല്ലാതെ വേറെ പൊതുഘടകങ്ങളില്ല. 2, 4, 5 അതിന് പൊതുവായിട്ടുള്ള ഘടകങ്ങളില്ല. അതുകൊണ്ട് 1 ആണ് HCF ഉസാഗ. ഇവിടെ ഛേദങ്ങളുടെ LCM 3, 5, 6 3, 1, 3, 6 അത് 3 വെച്ച് പറ്റും. 3, 1, 3, 5 പറ്റാത്തതുകൊണ്ട് അങ്ങനെ എഴുതി 3, 2, 6 ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 30 കിട്ടും. അതായത് അംശങ്ങളുടെ HCF എത്ര? 1 / LCM. ഇവിടെ LCM എത്ര കിട്ടും? 30. 1/30 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഭിന്നസംഖ്യകളുടെ HCF അല്ലെങ്കിൽ ഉസാഗ കാണാൻ പറഞ്ഞാൽ അംശങ്ങളുടെ HCF / ഛേദങ്ങളുടെ LCM. ഇവിടെ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേണം മുകളിലിടാൻ. അംശങ്ങൾ അതൊക്കെ 2, 4, 5 അതിൻ്റെ HCF കാണാൻ പറഞ്ഞാൽ വേറെ പൊതുഘടകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് 1. 3, 5, 6ൻ്റെ LCM കാണുക. അത് 30 കിട്ടും. അതായത് HCF / LCM. ഇതിൻ്റെ എല്ലാം കൂടെ HCF എന്ന് പറയുന്നത് 1 / ഇതിൻ്റെ എല്ലാം കൂടെ LCM ഛേദങ്ങളുടെ LCM എന്ന് പറയുന്നത് 30. 30 ഓപ്ഷൻ ബി ആണ് ഉത്തരം. -100 -96 -92 എക്സെട്ര അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു AP ആണ്. സമാന്തര ശ്രേണിയാണ്. അതിൻ്റെ പൊതുവ്യത്യാസം കാണാൻ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ മതി. അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. രണ്ടാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദം കുറയ്ക്കുക. -96 -100 -96 ഈ അടുത്ത് വരുമ്പോൾ അതൊന്ന് പ്ലസ് ആയിപ്പോവും. 100. അപ്പോൾ 2 ഓപ്പോസിറ്റ് സൈൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. വലിയ സംഖ്യയുടെ ചിഹ്നം എടുക്കുക. 4 പോസിറ്റീവ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഇടാറില്ല. അവിടെ അണ്ടർസ്റ്റുഡ് ആണ് പോസിറ്റീവ് ആണ്. വെറും 5 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 5. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എടുത്തിടും. ഓപ്ഷൻ ബി 4 ആണ് ഉത്തരം. പൊതുവ്യത്യാസം ഇതൊരു AP ആണ്.
പൊതുവ്യത്യാസം കാണാൻ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുക. -96 -100 -96 രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആകും. ഒരു നെഗറ്റീവ് സംഖ്യ ഒരു പോസിറ്റീവ് സംഖ്യ, രണ്ട് എതിർ സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറയ്ക്കുക, വലിയ സംഖ്യ ചിഹ്നം ഇടുക. ഇവിടെ 100 96 പോകാൻ 4. ഇവിടെ വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് 4 തന്നെയാണ് 4. ഓപ്ഷൻ ബി 4ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് വിവിധ ടെസ്റ്റുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്രദമാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.